അൻവറിനെ യു.ഡി.എഫിൽ സഹകരിപ്പിക്കുന്നതിൽ തീരുമാനമായില്ല. യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ നടത്തിയ പരാമർശങ്ങൾ പിൻവലിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ഉപാധി. കെ.സി. വേണുഗോപാലുമായി പി.വി. അൻവർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അൻവറിനെ യു.ഡി.എഫിന്റെ ഘടകകക്ഷിയാക്കണമെന്ന് കെ. സുധാകരൻ ആവശ്യപ്പെട്ടപ്പോൾ ഇന്നലത്തെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി.ഡി. സതീശൻ. അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾ കെ.പി.സി.സി നേതൃത്വത്തെ ചൊടിപ്പിച്ചു. യു.ഡി.എഫിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം. പിന്നെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ആലോചിച്ച് തന്നെയാണ്, യു.ഡി.എഫ് നേതൃത്വം ആലോചിച്ച് തന്നെയാണ് ഇലക്ഷന്റെ മുന്നൊരുക്കങ്ങളും നയ പ്രവർത്തന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനോട് യോജിക്കാൻ അൻവറിന് കഴിയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പിന്നാലെ അൻവറിനെ കൈവിടാതെ സമവായ നീക്കവുമായി രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും. ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. ഉറപ്പായിട്ട് പരിഹരിക്കും, അങ്ങനെ ഒരു സംശയം വേണ്ട. പി.വി. അൻവറിന്റെ പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല, പി.വി. അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകും. അൻവർ ഇല്ലെങ്കിൽ തിരിച്ചടി എന്ന മുന്നറിയിപ്പുമായി എത്തിയ സുധാകരന്റെ വാക്കുകളിൽ അമർഷവും പ്രകടം. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൽ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇന്നലെ പറഞ്ഞതിൽ സതീശൻ ഉറച്ചു നിന്നപ്പോൾ അൻവറിനെ ഒറ്റപ്പെടുത്തില്ലെന്ന് പറഞ്ഞ് ചർച്ചയുടെ വാതിൽ വീണ്ടും തുറന്ന് കെ.സി. വേണുഗോപാലെത്തി. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതിയൊന്നും ആർക്കുമില്ല. പ്രതിപക്ഷ നേതാവായാലും കെ.പി.സി.സി പ്രസിഡന്റായാലും മറ്റു കോൺഗ്രസ് ഉന്നത നേതാക്കളായാലും അതുപോലെ യു.ഡി.എഫിലെ പ്രഗത്ഭരായ നേതാക്കളായാലും അവരൊക്കെ എല്ലാവർക്കും ഇക്കാര്യത്തിൽ അങ്ങനെ അൻവറിനെ ഐസൊലേറ്റ് ചെയ്യണമെന്നോ അൻവറിനെ മോശമാക്കണമെന്നോ എനിക്ക് തോന്നുന്നില്ല. കെ.സി. വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച അൻവറിന് സുപ്രധാനമാണ്. അപ്പോഴും മുന്നണിയിലേക്ക് വഴി തുറക്കണമെങ്കിൽ കോൺഗ്രസ് ഉപാധി അൻവർ അനുസരിക്കേണ്ടി വരും. മീഡിയ 1 തിരുവനന്തപുരം.